ഇപ്പൊ സ്ക്രീനിലൊക്കെ അല്ലേ? ഇല്ലേ, കാണില്ലേ? മസായില് മുഹിമ്മ, ഇമ്പോർട്ടൻ്റ് മസലകൾ. ലാ മദ്ഖലൽ സുജൂദി സഹ്വി. സുജൂദ് സഹ്വിന് ഒരു എൻട്രിയുമില്ല ഈ സ്വലാത്തിൽ ജനാസ മയ്യിത്ത് നിസ്കാരത്തിൽ. സാധാരണ നിസ്കാരങ്ങളിലെ അബ്ആദ് സുന്നത്തുകൾ മറന്നോ മനഃപൂർവ്വമോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സുജൂദാണ് സുജൂദ് സഹ്വ്. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൽ അങ്ങനെ എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ സ്വലാത്തു സഹ്വിൻ്റെ സുജൂദിന് ഒരു ഓപ്ഷനുമില്ല. വതസാഹമു അലന്നഇശി വൽ മയ്യിത്തി ബിദ്അത്തുൻ മക്റൂഹ. വതസാഹമു തിക്കും തിരക്കും കൂട്ടൽ, അലന്നഇശി മയ്യിത്ത് കട്ടിലിൻ്റെ മേലിൽ, വൽ മയ്യിത്തി മയ്യിത്തിൻ്റെ മയ്യിത്ത് കട്ടിലിൻ്റെ അടുത്ത് മയ്യിത്തിനെ കാണാൻ, മയ്യിത്ത് കട്ടിലിൻ്റെ അടുത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് പൊതുവെ നമ്മളെ നാടുകളിലൊക്കെ കയറി വരുന്ന ഒരു തിക്കും തിരക്കുമുണ്ട്. ഒന്ന് ഒരു രാഷ്ട്രീയ തിക്കും തിരക്കും ഉണ്ടാവും, പിന്നെ ഒരു ബന്ധത്തിൻ്റെ തിക്കും തിരക്കും ഉണ്ടാവും, പിന്നെ അവസര സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് ഇങ്ങനെ പല രീതിയിലും ഉണ്ടാകും. ആൾ മരിച്ച് നമ്മളെ മാലിച്ചാൽ നമ്മൾ പ്രവർത്തകരാണ്, ആളാ നമ്മൾ അവിടെ നിന്ന് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാന്നിധ്യം കാട്ടുന്നു. കുറേ ആളുകൾ അവിടെ മയ്യത്തിനോട് സാന്നിധ്യം കാട്ടി മയ്യത്തിൻ്റെ അടുത്ത് നിന്നു എന്നുള്ളത് കൊണ്ട് മയ്യത്തിനൊക്കെ പ്രത്യേകിച്ചൊന്നും കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. ദുആ ചെയ്യുക, ഇങ്ങനെ കുറച്ച് സംഗതികളാണ് ഉള്ളത്. അതുപോലെ തന്നെ മയ്യത്തെ മറവ് ചെയ്ത് മയ്യത്തിൻ്റെ പരിസരത്ത് കൂടിയുള്ള ആളുകൾ, മയ്യത്തിൻ്റെ ഖബറിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവർ മണ്ണ് ഇടലാണ് ശക്തമായ സുന്നത്ത്. പരിസരത്ത് കൂടിയുള്ള ആളുകളൊക്കെ മണ്ണിടൽ സുന്നത്തുണ്ട്, ഇല്ല എന്നുള്ളതല്ല. എന്ന് കരുതി ആ മണ്ണിടലിനെ ഒരാൾ ഒച്ചയിൽ വിളിച്ചു പറഞ്ഞ് എല്ലാവരും വരും ഇടാത്തോലൊക്കെ ഇടീന്നൊക്കെ പറഞ്ഞ് ആ മയ്യത്ത് ഖബർസ്ഥാനിൽ കൂടി ആളുകളൊക്കെ തിക്കും തിരക്കും വന്ന് അങ്ങനെ മണ്ണിടണം എന്നുള്ളത് അങ്ങനെ കണിശതയും ആ വിഷയത്തിൽ വേണമെന്നില്ല. സുന്നത്താണ്, അത് സൗകര്യം പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. മയ്യത്തു കട്ടിൽ മൂടി വെക്കൽ. നൈഷ് എന്ന് പറഞ്ഞാൽ മയ്യത്തുള്ള കട്ടിലിനാണ് മയ്യത്ത് കട്ടിൽ എന്ന് പറയല്. മയ്യത്തുള്ള കട്ടിൽ, മയ്യത്തിനെ വെച്ച അവസ്ഥയിൽ കട്ടിലിന് പറയുന്ന പേരാണെന്ത്? നൈഷ്. അപ്പൊ നൈഷി മയ്യത്ത് കട്ടിൽ മൂടി വെക്കൽ. ലാ യളുറു ഫി സ്വലാത്തി ഫിൽ മസ്ജിദി. ലാ യളുറു ഫി സ്വലാത്തി ഫിൽ മസ്ജിദി. പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ മയ്യത്ത് കട്ടിൽ മൂടി വെച്ചാൽ നിസ്കാരത്തിനൊന്നും ബാധിക്കത്തില്ല മുത്തലഖൻ. പിന്നെ പള്ളിയിൽ എവിടെ വെച്ചാലും, മയ്യത്തിൻ്റെ അടുത്തായാലും ശരി ദൂരെ ആണെങ്കിലും ശരി, എങ്ങനെ തുറന്നു മൂടി വെച്ചാലും കുഴപ്പമില്ല. വലാഫി ഗൈരിഹി, പള്ളി അല്ലാത്തിടത്തും കുഴപ്പമില്ല. ഇല്ല ഇൻ സുമ്മിറ, അത് ആണി വെച്ചടിച്ച് എന്താക്കരുത്, ലോക്ക് ചെയ്യരുത്. കുറ്റിയിട്ടാൽ കുഴപ്പമില്ല. എന്തായാലും നമ്മളെ മയ്യത്ത് കട്ടിലിൻ്റെ മൂടിക്ക് കുറ്റിയും കുളത്തും ഉണ്ടല്ലോ, അപ്പോൾ ആ കുറ്റിയും കുളത്തും ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അതായത് ആണി അടിച്ച് ബന്ധിക്കരുത്. ഇവരൊക്കെ പിന്നെ ഇവരുടെ കട്ടിലുണ്ടാവുമല്ലോ, ഇവരുടെ പിന്നെ ക്രിസ്ത്യാനികളുടെ കട്ടിലൊക്കെ, മയ്യത്ത് കട്ടിലൊക്കെ അവർ ആണി അടിച്ചിട്ട് ക്ലോസ് ചെയ്യാറുണ്ട്. ആ രീതിയിൽ നമ്മൾ മയ്യത്തും കട്ടിൽ എന്ത് ചെയ്യരുത്, അങ്ങനെ ക്ലോസ് ചെയ്യരുത്. അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മയ്യത്ത് നിസ്കാരത്തെ എന്ത് ചെയ്യും, അത് ബാധിക്കും. അപ്പം അല്ലാത്ത രീതിയിലാണ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ, ഇതൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഭാവസ്ഥാതാണല്ലോ ഈ രചന നടത്തുന്നത്. അപ്പം നമ്മളെ കാലത്ത് നൂറ്റാണ്ടുകളിൽ ജീവിച്ച പല സംസ്കാരങ്ങളൊക്കെ കണ്ട ആളുകളാണ്. നമ്മളൊരു പ്രത്യേക ഭാഗ്യമുള്ള ജനറേഷനാണ് നമ്മളെ ജനറേഷൻ. 80 കാലങ്ങളിൽ ജനിച്ച ആളുകൾ, 80-70 കാലങ്ങളിൽ ജനിച്ച ആളുകൾ. അതിൻ്റെ മുമ്പ് 50-60 ജനിച്ച ആളുകൾ, പല ആളുകളും നമ്മ കൂടെയുള്ള യാത്രയിൽ നമ്മളെ വഴി വിരിഞ്ഞവർ പോയതുകൊണ്ട് ഈ 2025 എത്തി നിൽക്കുന്ന ലോകത്തിൻ്റെ വളർച്ചകളിലേക്ക് കൺതുറന്നു വെക്കാൻ അവർ നമ്മുടെ കൂടെ ഉണ്ടായില്ല. വഴിയിൽ നമ്മെ
പിരിഞ്ഞു പോയ നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ സ്വർഗീയ ആരാമം തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ആ ഒരു കൺട്രിയിൽ ജനിച്ച ആളുകൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും കണ്ടു. സ്ലേറ്റുകളിൽ എണ്ണിത്തണ്ട് വെച്ച് എഴുതിയ കരിവല പെൻസിലും ചോക്ക് വിരൽ പെൻസിലുകൾ കൊണ്ടും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച് ബോൾ പെന്നിലൂടെയും ഇങ്ക് പെന്നിലൂടെയും ഫൗണ്ടർ പെന്നിലൂടെയും വളർന്നു വന്നുകൊണ്ട് ഇപ്പോഴത്തെ ഡിജിറ്റൽ പെന്നിൽ എത്തിയിരിക്കുന്ന സമയത്ത് എല്ലാ പേനയും പിടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ ആളുകൾ. എന്നാൽ 2000-ൻ്റെ ശേഷം 2010-ൻ്റെ ശേഷം ജനിച്ച കമ്മ്യൂണിറ്റി കരിയോല പെൻസിലുകളും ചോക്കുകളും ചോക്കുപൊടി പറഞ്ഞ കഥകളും ചോക്കുകൊണ്ട് എറിഞ്ഞ അധ്യാപകൻ്റെ മുന്നിൽ ജാള്യതയോടെ എണീറ്റ് നിന്ന ബാല്യങ്ങളൊന്നും അവർക്കൊന്നും പറഞ്ഞാൽ കിട്ടൂല. വായയുടെയും ചേമ്പിൻ്റെ ഇലയും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്ക് നടന്നുപോയ കുഞ്ഞു പ്രായത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകളുടെ രസങ്ങളൊന്നും അവർക്ക് പറഞ്ഞാൽ തീരെ പറ്റുകയില്ല. പ്രത്യേകിച്ച് ബഹുനില കെട്ടിടങ്ങളായ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കിടയിൽ ജീവിതത്തെ സ്കൂൾ ബസ്സുകൾക്കുള്ളിലും ലിഫ്റ്റുകൾക്കുള്ളിലും കെട്ടിടങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്കുമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സീബ്ര ലൈനിലൂടെ റെഡ് ലൈറ്റിനും പച്ച ലൈറ്റിനും ഒത്ത് യാത്ര ക്രമീകരിച്ചുമുള്ള ബാല്യങ്ങൾ, അങ്ങനെ ആകാൻ വിധിക്കപ്പെട്ട ബാല്യങ്ങൾക്കൊന്നും ഭൂമിയുടെ സൗന്ദര്യം അറിയില്ല. നിർമ്മിതമായ ആർട്ടിഫിഷ്യലുകളുടെ സൗന്ദര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഭൂമിക്ക് ഒരു സൗന്ദര്യമുണ്ട്. പച്ച മണ്ണും വയലും ചെടികളും കാടും ഗ്രൗണ്ടും വയലുകളും മലയിലകളൊക്കെ കഥ പറയുന്ന മനുഷ്യൻ്റെ പച്ചയായ കഥകളുണ്ട്. അവിടെ നിന്നാണ് കവികൾ രൂപപ്പെട്ടത്. അവരുടെ കവിതകളിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകൾക്കാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ആഴത്തിൽ തൊടാൻ കഴിഞ്ഞത്. അമ്പരച്ചുംബികളായ ബഹുനില കെട്ടിടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് IT തന്ത്രങ്ങളുടെ വലിയ കഥകൾ മെനഞ്ഞിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തിലേക്ക് വഴി തുറന്നു വെച്ച കവികളെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആളുകളായിരുന്നു. ആ ഒരു ഭാഗ്യം തുടർന്നു വരുന്ന കമ്മ്യൂണിറ്റിക്കുണ്ടായില്ല. ക്ലാസ് എടുക്കുന്നതിനിടയിൽ നജസ്സുകൾ പറയുന്നതിനിടയിൽ കുട്ടിയോട് പശുവിൻ്റെ അകിടിൽ നിന്ന് വരുന്ന ചെറിയ നജസ്സുകൾക്ക് അഫവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അകിട് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആക്ഷൻ കാട്ടിക്കൊടുക്കേണ്ടി വന്ന ഒരധ്യാപകനാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ അതിൽ ഭാഗ്യമുള്ള ആളുകളാണ്. നമുക്ക് 2 ജനറേഷനെയും കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ 2 ജനറേഷൻ്റെയും വൈവിധ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറേ ഇവിടെ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ ധാർമ്മികമായ കുറേ ചുവടുകൾ ഉറപ്പിക്കാൻ ഈ 2 ജനറേഷനെയും കണ്ട നമുക്ക് സാധ്യമാണ്. നമ്മളെക്കാളെ കുറച്ചുകൂടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ കൊടിയ സാഹചര്യത്തിൽ ജീവിച്ച ഒരു ജനറേഷനുണ്ട്. നമ്മുടെ ഉപ്പമാരും അവരുടെ ഉപ്പമാരൊക്കെ ജീവിച്ച ഒരു കാലം, പിന്നെ ആ കാലഘട്ടം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു തലമുറ മറ്റൊരു തലമുറക്ക് പലതും പറഞ്ഞു കൊടുക്കാനുണ്ട്. നമ്മുടെ തലമുറകൾക്ക് നമുക്ക് പലതും പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു 2 കാലഘട്ടത്തിലും ജീവിച്ച ബഹുമാനപ്പെട്ട ഭാവസ്താദിൻ്റെ രചനകളൊക്കെ അതിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ചിലപ്പോഴെങ്കിലും മനുഷ്യന്മാർ ഒരു നാട്ടിലോ ചില സംഘങ്ങളോ ചില ആചാരങ്ങളോ ഉയർത്തിവെച്ച എന്തിനെങ്കിലും ഒരു മറുപടി ആയിരിക്കും ഉസ്താദ് ഒരു വരികളിലൂടെ പറഞ്ഞത്. അതാണ് മയ്യത്തിൻ്റെ അരികിലും മയ്യത്ത് കട്ടിലിൻ്റെ അരികിലൊക്കെ ആളുകൾ തിക്കി തിരക്ക് കൂട്ടുന്ന എവിടെ നിന്നോ ആരിൽ നിന്നോ കയറി വന്നൊരു കൾച്ചറിനെ ഉസ്താദ് പറഞ്ഞത് ബിദ്അത്തുൻ മക്റൂഹ, അതൊരു വെറുക്കപ്പെട്ട പുത്തനാശയമാണ്. മറ്റേത് പറഞ്ഞു പള്ളിയിൽ വെച്ചുകൊണ്ട് മയ്യത്ത് കട്ടിൽ മൂടൽ കുഴപ്പമില്ല, കുഴപ്പമുണ്ട് എന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന മയ്യത്ത് കട്ടിൽ മൂടാൻ പാടില്ല എന്ന് ശബ്ദമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള അനുഭവത്തിൻ്റെ മറുപടിയാണ് ഉസ്താദ് അവിടെ കൊടുത്തത്. വലാ തസ്കുതു സ്വലാത്തുൽ ജനാസതി ബിന്നിസാ, സ്ത്രീകളെ കൊണ്ട് ജനാസയുടെ ഫറള് സാഖിത്താവുകയില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരമാകും. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്താക്കാൻ പറ്റൂല, മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യാൻ പറ്റൂല. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചതിൻ്റെ പേരിൽ മയ്യത്തിനെ മറവ് ചെയ്യാൻ പറ്റൂല. അതിന് പുരുഷന്മാർ ഉണ്ടായിരിക്കെ പുരുഷന്മാർ മയ്യത്ത് നിസ്കരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, മയ്യത്ത് നിസ്കാരം അവിടെ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാം, പക്ഷെ അവരുടേത് എന്ത് വരൂല, ഫർള് കൂടൂല. വലിയ ചർച്ചയാണ് നമ്മുടെ ഉലമാക്കൾക്കിടയിലും
ചോദ്യം ആ ഈ മയ്യത്തിന് വെച്ചു കൊടുക്കുമല്ലോ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഇത് നിസ്കരിക്കാൻ. അങ്ങനെ അതിപ്പോ എന്താ? മയ്യത്തിനെ കുളിപ്പിച്ചതിന്റെ സ്ത്രീകൾ നിസ്കരിക്കട്ടാനാണ് വെച്ചു കൊടുക്കും. ആ ആ നടപടി എന്താ, ശരിയാണോ? പെണ്ണുങ്ങൾക്ക് മൈറ്റ് നിസ്കരിക്കാൻ വെച്ചു കൊടുക്കുക. ആ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് അറിയുന്നേ. അത് കുഴപ്പമില്ല. പെണ്ണുങ്ങള് ആണുങ്ങൾ ഉണ്ടായിരിക്കെ പെണ്ണുങ്ങൾ അവിടെ നിസ്കരിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ആണുങ്ങള് ഇനി പെണ്ണുങ്ങൾ അവിടെ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് നിസ്കാരം അവിടെ എന്താവണില്ല, മതിയാവുന്നില്ല. പെണ്ണുങ്ങൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും ആണുങ്ങൾ നിസ്കരിക്കണം. പെണ്ണുങ്ങൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ആണുങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അപ്പൊ പിന്നെ ഓല് എന്തിനാ അതല്ല, നിസ്കരിക്കണം? മയ്യത്തിന് കിട്ടൂലേ? മയ്യത്തിന് കിട്ടൂലേ അത്? മയ്യത്തിന് കിട്ടൂലേ? അത് അങ്ങനെ ചർച്ച ഉണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞ് അത് സുന്നത്ത് കിട്ടൂല എന്ന് പറഞ്ഞ്, ചില പണ്ഡിതന്മാർ പറഞ്ഞ് സുന്നത്ത് കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതാ ഇവിടെ ഉസ്താദ് പറയുന്നത്. അതാ പറഞ്ഞത്, വലാ തസ്കുതു സ്വലാത്തു ജനാസ ബിൻ നിസായി വലൽ ഖുനാസ ഹുൻസകളെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും ജനാസ നിസ്കാരം ഉണ്ടാവില്ല, കൂടൂല. വഹുനാക്ക റജുലുൻ, അവിടെ ഒരു ആണുണ്ട്. അതാണ് ആ ആണുങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ്. വലോ സ്വബിയൻ മുമയ്യിസായ കുട്ടിയാണെങ്കിലും ശരി, ഒരു പുരുഷൻ അവിടെ ഉണ്ടായിരിക്കും. മുമയ്യിസായ ഒരു 8-9 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കെ സ്ത്രീകൾ നടത്തുന്ന ജനാസ നിസ്കാരം കൊണ്ട് മാത്രം മതിയാകത്തില്ല. അമ്മ ഇദാ ലം തക്കുൻ ഗൈറുഹുന്ന, അപ്പൊ സ്ത്രീകളല്ലാത്തവർ അവിടെ ഇല്ല, വെറും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫതൽസമുഹുന്ന, അവര് നിസ്കരിക്കൽ അവർക്ക് നിർബന്ധമാണ്. ഫതസ്ഖുതു ബിഫിഇലിഹിന്ന, അവരുടെ പ്രവർത്തനം കൊണ്ട് നിസ്കാരം എന്താവുകയും ചെയ്യും, സാഖിത്താവുകയും ചെയ്യും. അവരുടെ പ്രവർത്തനം കൊണ്ട് നിസ്കാരം എന്താകും, മൈനിസ്കാരം വീടും, ഇനി വേറെ നിസ്കരിക്കണ്ട. അപ്പൊ പിന്നെ ചോദ്യം, പിന്നെ പുരുഷൻ ഉണ്ടായിരിക്കെ സ്ത്രീകളുടെ മൈനിസ്കാരം കൊണ്ട് ഫറള് വീടുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ അവർ നിസ്കരിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് ഉസ്താദ് പറഞ്ഞു, വഖഅത്ത് ലഹാ നഫ്ല, അത് അവൾക്ക് എന്തായിട്ട് ഭവിക്കും, അവൾക്ക് സുന്നത്തായിട്ട് ഭവിക്കും. അപ്പോൾ ആണുങ്ങൾ ഉണ്ടായിരിക്കും, ആണുങ്ങളുടെ മുമ്പ് അല്ല ആണുങ്ങളുടെ ശേഷമൊക്കെ സ്ത്രീകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സുന്നത്തായിട്ട് വീടും എന്ന് ചർച്ച. വയതഅക്കദു ഇസ്തിഹ്ബാബു സ്വലാത്തി അലാ മൻ മാത ഫിൽ ഔഖാത്തിൽ ഫാളില, ശ്രേഷ്ഠ ദിനങ്ങളിൽ മരണപ്പെട്ടവരുടെ മേൽ നിസ്കരിക്കൽ സുന്നത്ത് മുഅക്കദായിത്തീരും. അപ്പോൾ നല്ല മനുഷ്യന്മാർ നല്ല സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജനാസയിൽ പങ്കെടുക്കുന്നത് മുഅക്കദായ സുന്നത്തായിട്ട് വരും. കയൗമി അറഫ, ദിനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് അറഫ ദിനം. അതുകൊണ്ട് തന്നെ അറഫയുടെ നോമ്പും ശ്രേഷ്ഠമാണ്. അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്ന ദിവസങ്ങളാണ്, പരിശുദ്ധമായ ദിനങ്ങളാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹജ്ജാജിമാർ ഒരേ സ്വരത്തിൽ പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അള്ളാഹു ജല്ല ജലാലുഹു അവരുടെ നുസുക്കുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തുറന്ന മനസ്സുമായി പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ കഅബ കാണാൻ, തിരുനബിയുടെ മദീന കാണാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. വേവലാതിയും ആവലാതിയും ഇല്ലാത്ത മനസ്സുകൊണ്ട് കഅബയും റൗളയൊക്കെ കാണാൻ പോണം. മനസ്സിങ്ങനെ പതറുന്ന വേദനകൾ കൊണ്ട് ഭൗതികമായ പൂർത്തീകരിക്കപ്പെടാത്ത ഒരാഗ്രഹത്തിന്റെ പരാതിക്കാരനായിക്കൊണ്ട് അള്ളാഹുവിന്റെ കഅബ കാണാനും തിരുനബിയുടെ സമക്ഷത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൗതിക പ്രശ്നം മാത്രമായിരിക്കും. ഭൗതിക പ്രശ്നങ്ങൾ റെഡിയാക്കാൻ നമ്മൾ അള്ളാഹുവിനോട് തന്നെയാണ് നമ്മുടെ പറയേണ്ടത്. വേറെ ആരും പറഞ്ഞ് തീരുമാനാക്കി തരൂല. എന്നിരുന്നാലും തിരുനബിയുടെ റൗള കാണാൻ പോകുന്ന സമയത്തും നമ്മുടെ ഒരു ഭൗതിക പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം പോവുക എന്നത് കവിഞ്ഞ് ഭൗതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ല, വീട്, കുടി, ജോലി, മക്കൾ, കല്യാണം, വ്യവസായം, വ്യാപാരം,
അങ്ങനെ തുടങ്ങി എല്ലാം സെറ്റാണ്. ഇനി ഒരു റിയൽ വേൾഡ് ഉണ്ട്. റിയൽ വേൾഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ തിരുനബിയുടെ ഒരു സാന്നിധ്യം അങ്ങോട്ടുള്ള യാത്രയെ എത്ര സുഖകരമാക്കാം. അവിടെ വെച്ച് നബി തങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനുള്ള ഒരു യാത്രയായി റൗളയിലേക്കുള്ള യാത്രയും അള്ളാഹുവിന്റെ കഅബ കണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഉത്തരത്തിന് വിളി നൽകി കഅബ കാണാൻ ചെല്ലുന്ന സമയത്ത് ആ പൂർവ്വസൂരികളായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവർ കൊളുത്തിവെച്ച ആ ഒരു പാതയിലേക്കുള്ള ആ ഒരു സഞ്ചാരം, അതാണ് ഹജ്ജും ഉംറയും. അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരുങ്ങി നന്നായി പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ട് പിന്നെ തിരിച്ച് ഇനി ഒരു ബാഡ് ലൈഫ്, ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഒരു സെറ്റപ്പ് അങ്ങനെ ചെയ്തിരിക്കണം. ഹജ്ജിന്റെ ശേഷം വിളിക്കപ്പെടുന്ന ഹാജിയുടെ കൂടെ നമ്മളെപ്പോഴും ഹാജി എന്ന് ആരൊക്കെയാണോ നമ്മെ ഹാജി വിളിക്കുന്നത്, ഹാജി നമ്മളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹാജി ആയിരിക്കണം. എല്ലാം അള്ളാഹുലേക്ക് മടക്കി സർവ തിന്മകളും വിഭാടനം ചെയ്ത് തൗബ ചെയ്തുകൊണ്ട് ഭൗതിക ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ലാതെ സംശുദ്ധനായ ഒരു ഹാജി ആയിരിക്കണം നമ്മ ആളുകൾ ഹാജി എന്ന് വിളിക്കുന്നത്. ആ വിളിയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ഒരു ദുരഭിമാനം പോലും വരാത്ത ശുദ്ധരായിരിക്കണം. അപ്പോ എൻ്റെയൊക്കെ എപ്പോഴുമുള്ളൊരാഗ്രഹം റൗളയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എത്തിനി ഒരു നബിയോട് അവിടുത്തെ അകന്നു നിന്ന പരാതി, അവിടുത്തോട് കടമ വീട്ടാത്ത ആ ഒരു ഇഷ്ടത്തിന്റെ പരാതി അല്ലാതെ നബിയെ എനിക്ക് അത് തന്നില്ലല്ലോ, ഞാനത് ചോദിച്ചു എനിക്ക് തന്നില്ലല്ലോ, എൻ്റെ വീട് പണി പൂർത്തിയായില്ലല്ലോ, ഇങ്ങനെ ഭൗതികമായ അലട്ടലുകളൊന്നും ഇല്ലാതെ സ്നേഹത്തിന്റെ ആ അലട്ടലുകൾ മാത്രമായിട്ട് ചെല്ലാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാതെ എപ്പോഴെങ്കിലും റൗലക്കോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടിയും പോകണം. ഒരു പോക്ക് കൊണ്ടൊന്നും ആ ഒരു കണക്ഷൻ ഉണ്ടായി കിട്ടൂല. ഒരു വട്ടമെങ്കിലും പോകാനേ ഭാഗ്യം കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇടക്കൊക്കെ പോകാം. പോയി വരുമ്പോൾ അവസാനത്തെ നാം പോയി വന്ന അവസാനത്തെ പോക്കിന്റെ ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ പോയിട്ട് ഇപ്പം എന്താണ് എനിക്ക് നബിനോട് പറയാൻ പറ്റിയത് എന്ന ഒരു ചിന്ത അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഏകദേശം എല്ലായിടത്തും അജ്മീർ പോയി വന്നാലും മമ്പുറത്ത് പോയി വന്നാലും കുണ്ടൂരൊക്കെ പോയി വന്നാലൊക്കെ നമ്മൾ ആ രീതിയിൽ ആയിരിക്കണം. അപ്പോഴാണ് ഔലിയാക്കളുടെ പൊരുത്തൊക്കെ നമുക്ക് അവരുടെ വഴിയിൽ ചേരുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഒരു ഭൗതിക ആഗ്രഹം അങ്ങനെ പൂർത്തിയാക്കുന്ന ഒരു കേന്ദ്രങ്ങളായി മാറ്റും. ഒരു അക്ഷയ കേന്ദ്രം എന്ത് ബുദ്ധിമുട്ടെന്നാലും മക്കബറെ പോയി പറയും. അങ്ങനെ ഒരു അക്ഷയ കേന്ദ്രമാക്കിയിട്ട് അവരെ മാറ്റരുത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു തരേണ്ടത് പോലെ തന്നെ നമ്മുടെ കനാഅത്തില്ലാത്ത നമ്മുടെ ഭൗതികാഗ്രഹങ്ങളോടുള്ള പരാതിയായിരിക്കണം. ഹറാമിലേക്ക് പോകുന്ന നമ്മുടെ കണ്ണും ശരീരങ്ങളുമായിരിക്കണം നമ്മുടെ പരാതി. ഈ പരാതികൾ കൊണ്ട് നമുക്ക് നബിനോട് നബിയെ എനിക്ക് ഇഖ്ലാസ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇഖ്ലാസ് നിസ്കാരത്തിൽ കുറവാണ്, എത്രയോ ദീർഘമുള്ള നിസ്കാരം നിസ്കരിച്ചാലും 2 മിനിറ്റ് പോലെ നിസ്കാരത്തിന്റെ ഒരു 10% ഭാഗം പോലും അള്ളാഹുവിനോട് സംവദിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നു പരാതി പറയണം. നബിയെ എന്റെ പാപങ്ങളാണ് അതിന് കാരണം, അതുകൊണ്ട് നബിയെ പാപങ്ങളുടെ മേൽ വണ്ടി കയറിയവനാണ് എന്ന് നബിയോട് നേരിട്ട് പോയിട്ട് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോ മറ്റൊന്നും നമുക്ക് പ്രശ്നമായി വരരുത് എന്ന് അള്ളാഹു ജല്ല ജലാലുഹു സംശുദ്ധ ഹൃദയത്തോടെ പരിശുദ്ധമായ കഅബ കാണാനും തിരുനബിയുടെ സമക്ഷം ചെല്ലാനും സ്നേഹത്തോടെല്ലാം അവിടെ സമർപ്പിച്ച് മനസ്സ് ശുദ്ധരായി തിരിച്ചു പോരാനും അള്ളാഹു ജല്ല ജലാലു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധമായ ദിനമായ യൗമുൽ അറഫ, ആ അറഫയിൽ വെച്ച് മരണപ്പെട്ട് വല്ലവരും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് നമുക്ക് ധരിക്കാം. എന്നിട്ട് അവരുടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനൊരു ഗൗരവവും കാണിക്കാം. വൽ ഈദി പെരുന്നാളിന്റെ അന്ന്, ആശൂറ മുഹറം 10, വയോമിൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, വലൈലത്തിഹാ അതിന്റെ രാവിലെ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരണപ്പെട്ട ആളുകൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. തബറുക്കം ബിഹി അവരെ കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരുടെ ജനാസയിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അപ്പൊ ഇപ്രാവശ്യങ്ങളൊക്കെ ഹറമിലൊക്കെ ഉണ്ടാവില്ല അറഫ 9. അപ്പൊ അവിടുന്ന് ഏതെങ്കിലും ഹാജി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് മൈത്തിസ്കാരം, ഏതോ രാഷ്ട്രക്കാരനാണ് അവിടെ മൈത്തിസ്കാരനെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് കൂടി കൊടുക്കുക. അത് ഭാഗ്യമാണ്, അത് ബറക്കത്തുള്ളതാണ് എന്ന്
നമ്മെ മതം പഠിപ്പിക്കുന്നു. വലൗ സ്വല്ല അലാ മൻ മാത ലൗമ ഫി ഖത്വാരിൽ അർളി മിമ്മൻ തസിഹു സ്വലാത്തു അലൈഹി ജാസ ബൽ നുദിബ വബാസ ബൽ നുദിബ. ഒരാൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ശാസ്ത്രം കഴിഞ്ഞിട്ട് തക്ബീർ ഇട്ടിട്ട് പറയാണ്, ഇന്ന് നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന ഭൗമോപരിതലത്തിലുള്ള ഏതൊരുവന്റെ മേലിലും ഏതൊരുത്തിയുടെ മേലിലും ഞാൻ ജനാസ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിസ്കരിച്ചാൽ ആ ജാസ, അത് അനുവദനീയമാണ്. എന്നല്ല, അനുവദനീയമാണ് എന്നുള്ളതല്ല, നുതിബ, അപ്രകാരം ചെയ്യൽ എന്താണ്, സുന്നത്താണ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു ആത്മീയതയുടെ ഒരു പൂർണ്ണതയാണ്. ആത്മീയതയുടെ അതൊക്കെ ഒരു പൂർണ്ണതയാണ്. റിപ്പീറ്റ് ചെയ്യോ? നിങ്ങളിപ്പോ രാത്രി കടക്കാൻ നേരത്തെ പിന്നെ ഒന്ന് മയ്യിത്ത് നിസ്കരിക്കുക, ഉളുവൊക്കെ എടുത്തിട്ട് കടക്കാൻ നേരത്ത് പോകുമ്പോൾ തക്ബീർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇന്നേ ദിവസം ഭൂമിയുടെ മേളിൽ നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന എല്ലാ മയ്യിത്തുകളുടെ മേലും മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് പറയാ. അപ്പൊ മരിച്ചോലുണ്ടാവും, ജനാസ കുളിപ്പിക്കാത്തോലെ അതിൽ പെട്ടിട്ടില്ല. ഓക്കെ, നിസ്കരിച്ചാൽ സ്വഹിയാവുന്ന ഭൂമിയുടെ മുകളിൽ മരണപ്പെട്ട ആളുകൾ. അപ്പൊ കാഫിർ അതിൽ പെടൂല, മുസ്ലിങ്ങളെ പെടുള്ളൂ. മയ്യിത്ത് കുളിപ്പിച്ച ഏതൊരു മയ്യിത്തും, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മരിച്ച മയ്യിത്തും അതിൽ പെടൂല. നിങ്ങൾ നിസ്കരിക്കാൻ തക്ബീറിടുന്നതിന്റെ മുമ്പായിട്ട് മരിച്ച് മറവ് ചെയ്ത മയ്യിത്ത് കുളി നടന്ന ഏതൊരു മയ്യിത്തിന്റെ മേലും എന്ത് ചെയ്യും, അത് പോകും. അത് സുന്നത്താണ്. മഹാന്മാർക്കൊക്കെ അങ്ങനെ പതിവുണ്ട്. അത് ദുആയാണ്. അപ്പൊ അങ്ങനെ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇന്നും മരണപ്പെട്ട് ജനാസ എങ്ങനെ നമ്മൾ പറയാം? നിസ്കാരം ഇന്ന് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട നിസ്കാരം സ്വഹിയാകുന്ന എല്ലാ മയ്യത്തിന്റെ മേലും ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് നിസ്കാരം സ്വഹിയാകുന്ന എല്ലാ മയ്യത്തിന്റെ മേലിലും ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, തക്ബീർ ചൊല്ലി നിസ്കരിക്കുക. അത് കുഴപ്പമില്ല, അത് ഒരു മനുഷ്യന്മാർ പോലും അറിയില്ല. നിങ്ങള് പിന്നെ കിബിലൊക്കെ തിരിഞ്ഞ അതിന്റെ സിമ്പിളായിട്ട് ഞാൻ രൂപം അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾ റൂമിലാന്ന് വെച്ചോളി, നിങ്ങൾ ഗൾഫ് റൂമിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കിബിലിന്റെ അവിടെ പോയി നിന്ന് കുറച്ചു നേരം എന്ത് ചെയ്ത് കൊണ്ടാകാൻ നിന്നു. ഇതെന്ത് നിയത്തും വെച്ച് ഫാത്തിഹ നിങ്ങൾ ഓതി, അല്ലാഹു അക്ബർ പറഞ്ഞു, കയ്യൊന്നും ഉയർത്തിയില്ല, നമ്മണ്ടല്ലോ കയ്യൊന്നും ഉയർത്താതെ നിന്നോടത്ത് നിന്നിട്ട് ഫാത്തിഹ ഓതി, പിന്നെ അതിപ്പോ ഒരു ദുആയി മാറിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? കിബിലക്ക് തിരിഞ്ഞു. ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഞാൻ ഷഫാത്ത് ചെയ്യുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലി ദുആറിന് സലാം. എന്തോ മൈറ്റിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളും മരിച്ചണം, എന്നിട്ട് എല്ലാവരും വട്ടത്തിൽ നിൽക്കണം, കാലേര അവിടെ നിൽക്കണം, ഉളു കൊടുത്തോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചണം, ടൗലങ്കാരെന്ന് ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒച്ചൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തന്താരൊക്കെ ഉണ്ടാവും, ആളുകൾ ഉളു കൊടുത്തോണ്ട് കേൾക്കാരം. കഴിഞ്ഞോലും പറയും, കഴിഞ്ഞാ പറയണേ. അപ്പൊ അതിനല്ലേ കാക്ക ഓല് ഇവിടെ വന്നിട്ട് നാടും ദേശമൊക്കെ താണ്ടി ഇവിടെ വന്നത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനല്ലോ ഓല് കഴിഞ്ഞാൽ വരും. എന്നാലും കാക്കാന്റെ ഒരു ഡയലോഗ് അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ 4 കാക്കാര് വന്ന് ഉസ്താദ് ഡയലോഗ് അടിച്ച് നെക്കിബീറൊക്കെ കിട്ടി അങ്ങനെ മൈത്തിസ്കാരം നമ്മളെ മനസ്സിലേക്ക് വന്നേ. അതതിന്റെ ഒരു പിന്നെ നടപ്പു രീതികളാണ്. അതെല്ലാം അത് മാത്രല്ല മൈത്തിസ്കാരം തന്നെ ദുആ റെക്കമെൻഡേഷനാ. അപ്പൊ എന്ത് ചെയ്തു, ഇപ്പം നമ്മള് നടക്കുകയാണ്, ഇപ്പൊ മാദീനിൽ വെച്ച് ഖലീൽ തങ്ങൾ ദുആർക്കാണ്, മർക്കസിലെ ജെപിസാ ദുആർക്കാണ്, നമ്മളൊരു മഹദറത്തിൽ ബദീര ആത്മീയ നസാസിൽ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇന്ന് മരണപ്പെട്ട ഞങ്ങളെ സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നതിന്റെ ഒരു വ്യക്തമായ ഒരു രൂപം എന്താണ്, ഫാത്തിഹ ഓതി സ്വലാത്തുല്ലി ദുആ ചെയ്ത് വിടുക. അപ്പൊ നിസ്കാരമായതുകൊണ്ട് തക്ബീർ ഉണ്ടാകും, നിസ്കാരമായതുകൊണ്ട് സലാം ഉണ്ടാകും. കൈ ഉയർത്തല് അതൊക്കെ വേറെ. സുജൂദില്ലാത്തത് കൊണ്ട് ചുമരിന്റെ അടുത്ത് നീണ്ടു നിന്നാലും മതി. ഒരു സാധാരണമായ നിസ്കാരത്തിന്റെ ആ പ്രത്യക്ഷ രൂപം അവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യൽ എന്താണ്, സുന്നത്താണ്. എന്നിട്ട് പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം. സ്വകാര്യ ഭാഗം ഒഴികെ മറ്റു ഭാഗങ്ങളൊക്കെ സ്പർശിക്കും നോക്കുകയൊക്കെ ചെയ്യാം. ബിലാ ഷഹബത്തിൻ, വികാരം കൂടാതെ. ഫബിഹ യഹുറും, വികാരത്തോടു കൂടെ ചെയ്യും, അത് ഹറാമാകും. അമ്മൽ ഔറത്തു, അപ്പൊ ഔറത്ത് ഫയഹറുമു മസ്സുഹാ ബിലാ ഹായിലി മുത്തലക. ഒരിക്കലും കുളിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ സ്വകാര്യത എന്താക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല. കാരണം മയ്യത്ത് എപ്പോഴും ഏതൊരു വ്യക്തി ആയാലും, അത് ഈവൻ പിന്നെ വൈഫാണെങ്കിൽ പോലും തൻ്റെ സ്വകാര്യത അത്
എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന പിന്നെ റൂമിൽ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ കയറുമ്പോഴേക്കും തന്നെ ഡ്രസ്സ് അയച്ചിട്ട് ട്രൗസർ അയച്ചിട്ട് വസ്ത്രം ഇടാതെ നമ്മൾ റൂമിൽ കിടക്കലുണ്ടാകും. ഔറത്ത് കാട്ടി കിടക്കലില്ലല്ലോ. ഈവൻ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് പോലും ഔറത്ത് മറക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ മതം പറഞ്ഞിട്ടുള്ളത്. നോക്കണ്ട എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കണീൽ എന്തെല്ലാം അർത്ഥമല്ല പ്രോത്സാഹിപ്പിക്കണം. കാരണം എപ്പോഴെങ്കിലും ഇത്ര ഉള്ളോ എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില കെട്ടുമറകൾ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ചിലതിൻ്റെ രസങ്ങൾ പോകും. അപ്പോഴും ഒരു മറ എല്ലാത്തിനും വേണം. അത് ഈവൻ ആഫ്റ്റർ ഡെത്ത് ആ മയ്യത്തിനുള്ള ഒരു പിന്നെ അംഗീകാരമാണ് അവൻ്റെ സ്വകാര്യ സംരക്ഷിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഔറത്ത് പോലും കാണാൻ പറ്റില്ല എന്നുള്ള ഫെമിനിസ്റ്റ് ചിന്തയുടെ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് കൊടുക്കുന്നത്. ഷഹ്വ കൂടാതെ ഉണ്ടാക്കാം, അതിനെ നോക്കാം. നോക്കൽ സുന്നത്ത് എന്നല്ല പറഞ്ഞത്, കഴുകേണ്ട, കുളിപ്പിക്കേണ്ട, ശുദ്ധിയാക്കേണ്ടതിൻ്റെ സമ്പൂർണതയിലേക്ക് വേണമെങ്കിൽ പറ്റും എന്നേ ഉള്ളൂ. അതായത് ഹറാമല്ല എന്നുള്ളത്, ഹറാം വരുന്ന പോലും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്ത സക്കാത്ത് ഇൻഷാ അല്ലാഹ്.